ആറ്റത്തിന്റെ ഘടന. ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ കെമിസ്ട്രി ചാപ്റ്ററിന്റെ പേരാണ് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആറ്റങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ ആറ്റത്തെ കുറിച്ച് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ വിന്യാസം വരുന്നത്, ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ 8ല് തുടങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ആഴത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളത് എപ്പോഴാണ്? ഈ 9ാം ക്ലാസ്സിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം. എന്താണ് ആറ്റം, അല്ലെങ്കിൽ എന്തിനാണ് ആറ്റം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. അതായത് പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തു എടുത്താലും അതിൽ എന്ത് കാണും? ഒരു ആറ്റം ഉണ്ടായിരിക്കും. ഇനി ആറ്റത്തിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ എന്താണ് ആറ്റമെന്നും ആ ആറ്റത്തിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് ജനങ്ങളോട് സംസാരിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ശാസ്ത്രജ്ഞനായിട്ടുള്ള കണാദൻ എന്ന് പറയുന്ന ഒരു മഹർഷിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആറ്റം എന്നല്ല, പകരം പരമാണു എന്നാണ് പറഞ്ഞത്. ആ സിദ്ധാന്തത്തിൽ നമ്മൾ പരമാണു സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരമാണുക്കൾ എന്ന് പറയുന്ന വളരെ ചെറിയ കണികകൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞതോടുകൂടി ഈ പരമാണു സിദ്ധാന്തത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതേക്കുറിച്ച് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പല വസ്തുക്കളും പല തരത്തിലിരിക്കുന്നത്, പലതിനും പല ഗുണമാണ്, പല നിറമാണ്, പല വലിപ്പമാണ്, ഇങ്ങനെ പല 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 സ്വഭാവമാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ 1807 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചു. അതായത് ആറ്റങ്ങളെ കുറിച്ച് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. ആരാണ് അവതരിപ്പിച്ചത്? ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത്. എന്തിനാണ് അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്? അപ്പൊ നമ്മള് കണാദന്റെ പരമാണു സിദ്ധാന്തം നിലനിന്ന കാലത്ത് എന്താണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ജോൺ ഡാൾട്ടൺ അറ്റോമിക് സിദ്ധാന്തം അവതരിപ്പിച്ചത്. അദ്ദേഹം പറയുന്ന അറ്റോമിക് സിദ്ധാന്തത്തിലെ ഒരു 6 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 പോയിന്റുകൾ എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന ചെറു കണിക കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ജോൺ ഡാൾട്ടൺ ആദ്യം പറഞ്ഞത്. അപ്പോ ജോൺ ഡാൾട്ടൺ ആദ്യം പറഞ്ഞത് എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന ചെറു കണികകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞ പോയിന്റ്, ആറ്റത്തിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയത്തില്ല. ഒരു രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങൾ പരസ്പരം കൈമാറുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റീ അറേഞ്ച്മെന്റ് നടക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നശിക്കുന്നുമില്ല, പുതുതായി നിർമ്മിക്കപ്പെടുന്നുമില്ല. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്, ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങൾക്കും സമാനമായിട്ടുള്ള ഗുണമായിരിക്കും, അല്ലെങ്കിൽ ഒരേപോലുള്ള ഗുണങ്ങളായിരിക്കും. അത് രാസപരമായിട്ടായാലും ഭൗതികപരമായിട്ടായിരുന്നാലും ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ ഗുണമായിരിക്കും. ഉദാഹരണമായി നമ്മളൊരു ഗോൾഡിന്റെ തന്മാത്ര കണക്കാക്കുക, അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഫോയിൽ, ഒരു സ്വർണം കണക്കാക്കുക. അപ്പൊ ഈ സ്വർണത്തിലുള്ള എല്ലാ സ്വർണത്തിന്റെ ആറ്റങ്ങളും ഒരേ ഗുണമായിരിക്കും, ഒരേ നിറമായിരിക്കും, ഒരേ ഭാരമായിരിക്കും, എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇനി ഇരുമ്പാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇരുമ്പിലുള്ള ആറ്റങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും. അതാണ് പറയുന്നത്, ഒരു മൂലകത്തിലെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ ഗുണമായിരിക്കും, എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത ഗുണമായിരിക്കും. അപ്പൊ ഇരുമ്പിലുള്ള ആറ്റങ്ങളുടെ ഗുണമായിരിക്കത്തില്ല ഈ ഗോൾഡിലുള്ള ആറ്റങ്ങൾ. അപ്പൊ വ്യത്യസ്ത മൂലകങ്ങൾക്ക് വ്യത്യസ്ത ഗുണമായിരിക്കും കാണിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ജോൺ ഡാൾട്ടൺ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 5ാമത്തെ പോയിന്റ് എന്തായിരുന്നു? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റങ്ങൾ. അപ്പൊ ഈ രാസപ്രവർത്തനത്തില് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിർമ്മിക്കുന്നില്ല, നശിക്കുന്നുമില്ല. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്തിരിക്കുന്ന ആറ്റങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ വിളിക്കുന്ന പേരാണ് ആറ്റം. അദ്ദേഹം അവസാനമായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംയുക്തങ്ങൾ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്നവയാണ് എന്ത്? സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ടുകൾ എന്നറിയപ്പെടുന്നത്. ഒന്നോ അതിൽ കൂടുതലോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്നവയാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ടുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുമായിരുന്നു ജോൺ ഡാൾട്ടൺ പറഞ്ഞ അറ്റോമിക സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അറ്റോമിക സിദ്ധാന്തം
1807 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അവതരിപ്പിച്ചത്. അതിൽ 6 പോയിന്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 6 പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിന്റെ തുടക്കം. ആറ്റത്തിന്റെ ഘടന നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആറ്റം എന്താണെന്ന് മനസ്സിലാക്കുക. ആറ്റം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പൊതുവായ ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. എന്നിലും നിങ്ങളിലും നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും എന്തുണ്ടാവും, ആറ്റം ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്, ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ആറ്റത്തെ കുറിച്ച് അറ്റോമിക സിദ്ധാന്തം നിലനിൽക്കുന്ന കാലത്ത് തന്നെ ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാര് ആറ്റത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആറ്റത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഒരു കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് ആറ്റത്തേക്കാൾ ചെറിയ വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പൊ ജോൺ ഡാൾട്ടൺ പറഞ്ഞത് ആറ്റമാണ് ഏറ്റവും ചെറുത്, ആറ്റം കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്, അതിനെ നമുക്ക് വിഭജിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ ജോൺ ഡാൾട്ടൺ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന കണ്ടെത്തലിലായിരുന്നു എല്ലാ ശാസ്ത്രജ്ഞന്മാരും. അപ്പോ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു, ചിലത് വിജയിച്ചു. അങ്ങനെ വിജയിച്ച 2 ശാസ്ത്രജ്ഞന്മാരായിരുന്നു സർ ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും. സർ ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ആൾക്കാരാണ് ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും. മൈക്കിൾ ഫാരഡേ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ്, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് മൈക്കിൾ ഫാരഡേ. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്നത് ഒട്ടനവധി മൂലകങ്ങളെ വേർതിരിച്ചെടുത്ത ഒരു ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്നത്. അപ്പൊ ഹംഫ്രി ഡേവി ചെയ്തെന്ന് പറയുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇങ്ങനെ ഒട്ടനവധി മൂലകങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വേർതിരിച്ച് എടുത്തിട്ടുണ്ട്, അതായത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അതിനെല്ലാം കണ്ടെത്തി, ആ ഒരു കണ്ടെത്തലിലേക്ക് എല്ലാം നയിച്ചത് എന്തായിരുന്നു, ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളെ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് എന്ത് ചെയ്തത്, ഹംഫ്രി ഡേവി ഇതെല്ലാം കണ്ടെത്തിയെടുത്തത്. മൈക്കിൾ ഫാരഡേയും ഏകദേശം ഇതുപോലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദ്രാവകങ്ങളിലെ കൂടുതൽ എന്ത് ചെയ്തു, ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. ഹംഫ്രി ഡേവി ആണെങ്കിൽ ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മൈക്കിൾ ഫാരഡേ ദ്രാവകങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദ്രാവകങ്ങളെ വേർതിരിച്ചെടുക്കാനായിരുന്നു ആര് ശ്രമിച്ചത്, മൈക്കിൾ ഫാരഡേ ശ്രമിച്ചത്. അപ്പോ ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും ആറ്റങ്ങളെ വിഭജിക്കാനുള്ള കണ്ടെത്തലിലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്വേഷണത്തിലായിരുന്നു എന്ത് ചെയ്തത്, മൂലകങ്ങളെ വേർതിരിച്ചെടുത്തത്. അപ്പോ ഹംഫ്രി ഡേവിയുടെയും മൈക്കിൾ ഫാരഡേയും കണ്ടെത്തലോടുകൂടി ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താണ്, അറ്റോമിക സിദ്ധാന്തം ഒരു തെറ്റാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അറ്റോമിക സിദ്ധാന്തത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആറ്റമല്ല ഏറ്റവും ചെറുത്, ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളുണ്ട്, ആറ്റത്തിനെ നമുക്ക് വിഭജിക്കാൻ കഴിയും എന്നൊക്കെ ആര് മനസ്സിലാക്കി, ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാര് മനസ്സിലാക്കി. ആര് വന്നതോടുകൂടി, ഹംഫ്രി ഡേവിയും മൈക്കിൾ ഫാരഡേയും വന്നതോടുകൂടി. അപ്പോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ആ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്, ഒന്ന് ജെ തോംസൺ, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് റൂദർഫോർഡ്, മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ചാഡ്വിക്. ഓക്കെ, അപ്പോ ജെ തോംസൺ, റുദർഫോർഡിന്റെ ശിഷ്യനായിട്ടുള്ള ചാഡ്വിക്. അപ്പൊ ഇവര് 3 പേരും വന്നതോടുകൂടി എന്ത് ചെയ്തു, അറ്റോമിക സിദ്ധാന്തം ഒളിഞ്ഞു. കാരണം ജെ തോംസണും റുദർഫോർഡും ചാഡ്വിക്കും എന്ത് ചെയ്തു, ആറ്റങ്ങൾക്കുള്ളിൽ കൂടുതൽ പദാർത്ഥങ്ങളെ കണ്ടെത്തി. ആറ്റങ്ങൾക്കുള്ളിൽ, അതായത് ആറ്റത്തിനെ വിഭജിച്ച് ആറ്റത്തിന്റെ ഉള്ളിൽ പദാർത്ഥങ്ങളെ കണ്ടെത്തി. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആറ്റം എന്ന് പറയുന്ന ചെറുകണികയെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയത്തില്ല. അതായത് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ പോലും ആറ്റങ്ങൾ എന്ത് ചെയ്തില്ല, വ്യക്തമായി കാണാൻ കഴിയത്തില്ല. അപ്പോ ആറ്റത്തിന്റെ ഉള്ളിൽ പദാർത്ഥങ്ങൾ ഉണ്ടെന്നാണ് എന്ത് ചെയ്തത്, ജെ തോംസണും റുദർഫോർഡും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ആറ്റത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളാണ് എന്നുള്ളതാണ് ഇവർ കണ്ടെത്തുന്നത്. അപ്പൊ ഈ കണ്ടെത്തലിന് വഴിതെളിച്ച്, അല്ലെങ്കിൽ ഈ കണ്ടെത്തലിന് പ്രചോദനമായി തീർന്നത് ഹംഫ്രി ഡേവിയുടെയും മൈക്കിൾ ഫാരഡേയും ഒക്കെ കണ്ടെത്തലുകളായിരുന്നു. മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളിൽ കൂടി വൈദ്യുതി കടത്തിവിട്ട് അതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെയാണ് എന്ത് ചെയ്തത്, മൈക്കിൾ ഫാരഡേ കണ്ടെത്തിയത്. ഹംഫ്രി ഡേവിയും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തത്, വൈദ്യുതി കടത്തിവിട്ട് മൂലകങ്ങളെ വേർതിരിച്ചെടുക്കുകയും ചെയ്തത്. ഹംഫ്രി ഡേവിയാണ് എന്ത് ചെയ്തത്, ജലത്തിലെ വൈദ്യുതി കടത്തിവിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിച്ചെടുക്കാം എന്ന് കണ്ടെത്തിയതാരാണ്, ഹംഫ്രി ഡേവിയാണ്. ജലത്തിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും എന്ന് കണ്ടെത്തിയതും ഹംഫ്രി ഡേവിയാണ്. മൈക്കിൾ ഫാരഡേയും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു എന്ത് ചെയ്തത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. മൈക്കിൾ ഫാരഡേ ആയിരുന്നു വൈദ്യുത വിശ്ലേഷണ സിദ്ധാന്തമൊക്കെ അവതരിപ്പിച്ചത്. അതായത്
ഒരു പദാർത്ഥത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഘടക മൂലകങ്ങളായി വേർതിരിക്കുന്നു എന്നൊക്കെ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. അപ്പൊ ഈ കണ്ടെത്തൽ, അതായത് ആറ്റങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ, ആറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, അവരെ കണ്ടെത്തുകയാണ്. നമ്മൾ ജോൺ ഡാൽട്ടൺ പറഞ്ഞ ആറ്റത്തിനെ നിർമ്മിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇവര് വൈദ്യുതിയൊക്കെ കടത്തിവിട്ട് ആറ്റങ്ങൾ എന്ത് ചെയ്തു, വേർതിരിച്ചെടുത്തു. അപ്പൊ അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, അറ്റോമിക്സ് നോക്കിയ ഒരു പൊള്ളയാണ്, ചുമ്മാ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്ത് ചെയ്തു, കുറെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്, ആറ്റമൊക്കെ തന്നെ ചെറുത് എന്നൊക്കെ വിശ്വസിച്ചിരുന്നു കുറെ കാലം വരെ. ആര്? ജെ തോംസണും റുദർഫോർഡും ചാഡ്വിക്കും ഒക്കെ വരുന്നത് വരെ. ഇവർ വന്നതോടുകൂടി ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ പറ്റി, അല്ലെങ്കിൽ അവർ കണ്ടെത്തി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. ജെ തോംസൺ എങ്ങനെയാണ് ആറ്റത്തിനുള്ളിൽ പദാർത്ഥങ്ങളെ കണ്ടെത്തിയത്, റുദർഫോർഡ് എങ്ങനെയാണ് കണ്ടെത്തിയത്, ചാഡ്വിക് എങ്ങനെയാണ് കണ്ടെത്തിയതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ ആരൊക്കെ വന്നുപോയി? സർ ഹംബ്രി ഡേവിയും മൈക്കൽ ഫാരഡേയും ഒക്കെ വന്നുപോയി. ഹംബ്രി ഡേവി ആണെങ്കിൽ ഖരങ്ങൾ കേന്ദ്രീകരിച്ച് രാസപ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ തന്നെ മൈക്കൽ ഫാരഡേ ആണെങ്കിൽ ദ്രാവകങ്ങൾ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്തു, രാസപ്രവർത്തനങ്ങൾ നടത്തി. പക്ഷെ അതിനുശേഷം ഇവരൊന്നും എന്ത് ചെയ്തില്ല, ആറ്റത്തിനുള്ളിൽ ചെറു കണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിനെ മറ്റു ചില പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊന്നും ഹംബ്രി ഡേവിയും മൈക്കൽ ഫാരഡേയും കണ്ടിട്ടില്ല. ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്കാണ് എന്ത് ചെയ്തത്, അവർ പോയത്. അങ്ങനെ ആദ്യമായിട്ട് ആറ്റത്തിനുള്ളിൽ ഒരു പദാർത്ഥമുണ്ട്, അല്ലെങ്കിൽ ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയ ആദ്യത്തെ ആള് ജെ തോംസൺ ആണ്. അപ്പൊ ഈ ജെ തോംസൺ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് കണ്ടെത്തുകയല്ല ചെയ്തത്. അതിനു മുമ്പ്, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, 1807 അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. 1897 ചെയ്തത് ജെ തോംസൺ ആറ്റത്തിനുള്ളിൽ മറ്റ് പദാർത്ഥങ്ങളെ കണ്ടെത്തിയത്. അപ്പോ ഒരു 90 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ത് ചെയ്തത്, ആറ്റത്തിനുള്ളിൽ ചെറു കണങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ ഒരു 90 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പൊ ഈ 90 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് പറഞ്ഞു നോക്കാം. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു, ഹംബ്രി ഡേവിയും മൈക്കൽ ഫാരഡേയും ഒക്കെ പരീക്ഷണം നടത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, മറ്റ് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ആറ്റത്തിനെ ചെറുതാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിൽ മറ്റു പദാർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ ആറ്റത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഹെൻറിച്ച് ഗ്ലീസർ, ജൂലിയസ് പ്ലക്കർ, വില്യം ക്രൂക്സ്, യൂഗൻ ഗോൾഡ്സ്റ്റീൻ, വില്യം പ്രോഞ്ചർ. ഇതിൽ വില്യം പ്രോഞ്ചർ കിട്ടുള്ളതായിരിക്കും. വില്യം പ്രോഞ്ചറാണ് എക്സ്റേ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ കൈകാലോ പഠിക്കുന്ന സമയത്ത് എക്സ്റേ എടുക്കത്തില്ലേ, അത് എക്സ്റേ കണ്ടുപിടിച്ചാണ് വില്യം പ്രോഞ്ചറാണ്. അതെ, ഇത് വില്യം പ്രോഞ്ചർ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എക്സ്റേ കണ്ടുപിടിച്ചതിന്. പക്ഷെ നമുക്ക് അതിന് മുമ്പ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഹെൻറിച്ച് ഗ്ലീസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഒരു ഗ്ലാസ് മേക്കർ ആയിരുന്നു. ഓക്കെ, ഗ്ലാസ് കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. ആരെന്ന് പറയുന്നത് ഹെൻറിച്ച് ഗ്ലീസർ. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു അപ്പാരറ്റസ് ആയിരുന്നു ഡിസ്ചാർജ് വാക്വം ട്യൂബ്. അതായത് ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്തു, വാതകങ്ങളുടെ മർദ്ദം ക്രമീകരിച്ച് അതിലൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് കണ്ടെത്തിയ ആളാണ് ഹെൻറിച്ച് ഗ്ലീസർ. അപ്പോ നമ്മൾ ഹംബ്രി ഡേവി ഖരത്തിൽ എന്ത് ചെയ്തു, പരീക്ഷണങ്ങൾ നടത്തി. മൈക്കൽ ഫാരഡേ ദ്രാവകങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തി. ഹെൻറിച്ച് ഗ്ലീസർ എന്ത് ചെയ്തു, വാതകങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തി. അപ്പോ വാതകങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഉപകരണമായിരുന്നു ഏത്, ഡിസ്ചാർജ് വാക്വം ട്യൂബ്. വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വായുവിന്റെ മർദ്ദം ക്രമീകരിച്ച് അതിനകത്തുകൂടി എന്ത് ചെയ്തു, വൈദ്യുതി കടത്തി പോകുന്നു. അപ്പൊ വൈദ്യുതി കടന്നു പോകുന്നതിന് നമ്മൾ ഡിസ്ചാർജ് നമ്മുടെ ട്യൂബിലേക്കൊക്കെ അതിന്റെ ഉദാഹരണമാണ് കേട്ടോ. രണ്ടാമത് ജൂലിയസ് പ്ലക്കർ. ഈ ജൂലിയസ് പ്ലക്കറും ഹെൻറിച്ച് ഗ്ലീസറും ഒക്കെ എന്താണ് ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ, രണ്ടുപേരും കൂടെ ഈ ഡിസ്ചാർജ് വാക്വം ട്യൂബ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഒരാൾ വന്നു, അതെന്ന് പറയുന്നത് വില്യം ക്രൂക്സ്. വില്യം ക്രൂക്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഡിസ്ചാർജ് ട്യൂബിലൂടെ മാറ്റങ്ങളൊക്കെ വരുത്തി. ഡിസ്ചാർജ് ട്യൂബിൽ കുറച്ച് പോരായ്മകൾ ഉള്ളതിനെ മാറ്റിയിട്ട് അദ്ദേഹം CRT എന്ന് പറയുന്ന സാധനം നടത്തി. അതായത് കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, അതായത് കാഥോഡിൽ നിന്നും വഹിക്കുന്ന, അല്ലെങ്കിൽ കാഥോഡിൽ നിന്നും പുറപ്പെടുന്ന കുറച്ച് റേസ്, കിരണങ്ങളെ കണ്ടെത്തിയ ആളാണ് ആര്, വില്യം ക്രൂക്സ് എന്ന് പറയുന്നത്. കാഥോഡ് റേ ട്യൂബ്. ആ ട്യൂബ് കണ്ടുപിടിച്ച ആള് വില്യം ക്രൂക്സ് ആണ്. ആ ട്യൂബാണ് നമ്മുടെ പണ്ടത്തെ ടിവിയിലൊക്കെ പിക്ചർ ട്യൂബായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ട്യൂബല്ല, അതിന്റെ മോഡലാണ് എന്തിരിക്കുന്നത്, പിക്ചർ ട്യൂബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ വന്നു, യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആരെന്ന്, യൂഗൻ ഗോൾഡ്സ്റ്റീൻ. കണ്ടുപിടിച്ചു പറഞ്ഞാൽ ആറ്റത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് കണ്ടെത്തിയ ആള്, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആള് ആരാണ്, യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ്. ആ പോസിറ്റീവ് ചാർജ് എന്താണെന്ന് കണ്ടെത്തിയത് റുദർഫോർഡ് ആണെങ്കിലും അങ്ങനെ ഒരു ചാർജ് അവിടെ ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഗോൾഡ്സ്റ്റീൻ ആണ്. വില്യം പ്രോഞ്ചർ എന്ത് ചെയ്തു, എക്സ്റേ കണ്ടെത്തി. എക്സ്റേ കണ്ടെത്താനും അദ്ദേഹത്തെ സഹായിച്ചത് ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചുള്ള പരീക്ഷണങ്ങളായിരുന്നു. വളരെ
ആക്സിഡന്റൽ ആയിട്ട് കണ്ടെത്തിയതാണ് എക്സ്റേ എന്ന് പറയുന്നത്. അല്ല എക്സ്റേ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതല്ല, മറ്റ് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു, എക്സ്റേ കണ്ടെത്തുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഹെൻറിച്ച് ലീസർ ഡിസ്ചാർജ് വാക്വം ട്യൂബ് കണ്ടെത്തി. അതിനുശേഷം ജൂലിയസ് ക്ലാക്കറും ഹെൻറിച്ച് ലീസറും കൂടെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അത് കഴിഞ്ഞ് വില്യം ക്രൂക്സ് എന്ത് ചെയ്തു, ഈ ഡിസ്ചാർജ് വാക്വം ട്യൂബിനെ ഒരുപാട് എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തിട്ട് കാഥോഡ് റേ ട്യൂബ് കണ്ടെത്തി. അത് കഴിഞ്ഞ് ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്തു, ഈ കാഥോഡ് റേ ട്യൂബിൽ പരീക്ഷണം നടത്തി ആറ്റങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. വില്യം റോൺസൺ എന്ത് ചെയ്തു, ഈ കാഥോഡ് റേ ട്യൂബിൽ നിന്നും എക്സ്റേ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ അദ്ദേഹം കണ്ടെത്തുന്നു. അപ്പോൾ ഇത്രയും പരീക്ഷണങ്ങൾക്ക് ശേഷം ആര് വരുന്നു? ജെ ജെ തോംസൺ വരുന്നു. ജെ ജെ തോംസൺ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് റേ എക്സ്പെരിമെന്റ് വഴി കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യമാണ്, നമുക്ക് ആറ്റങ്ങൾക്കുള്ളിലെ ചെറു പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ഉപയോഗിച്ചത് ഈ CRT ആണ്, ഈ കാഥോഡ് റേ ട്യൂബാണ്. കാഥോഡ് റേ ട്യൂബും ആനോഡ് റേ ട്യൂബും ഒക്കെയാണ് എന്തിരിക്കുന്നത്, ആറ്റങ്ങൾക്കുള്ളിലെ പദാർത്ഥങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ജെ ജെ തോംസൺ ഈ കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാൾ ചെറിയ കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ആ കണത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്ന് പറയും. ഇലക്ട്രോൺ. നമ്മളിങ്ങനെയാണ് സിമ്പൽ കൊടുക്കുന്നത്. ഒരു ഇ ഇട്ട് മൈനസ് ചാർജ് കൊടുക്കും. ഇ ഇട്ട് മൈനസ് ചാർജ് കൊടുക്കുന്നത് വേറെ കൊണ്ടല്ല, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആയതുകൊണ്ടാണ്. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺ ആദ്യമായിട്ട് കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൂടെ എന്ത് ചെയ്തു, ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാൾ ചെറിയ കണങ്ങളുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയാണ് ജെ ജെ തോംസൺ ആണ്. അത് 1897. അപ്പൊ ഈ 1897 ജെ ജെ തോംസൺ എന്ത് ചെയ്തു, ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാൾ ചെറിയ കണികകളെ കണ്ടെത്തുന്നു. ആ കണികൾക്ക് അദ്ദേഹം പേര് കൊടുത്തു എന്ത്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. ആ കണികൾക്ക് അദ്ദേഹത്തിന് ചാർജ് പറഞ്ഞു. എന്ത് ചാർജ്? മൈനസ് ചാർജ് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആളിനെ പരിചയപ്പെടാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്ന ആരാണ്? റുദർഫോർഡ്. ഓക്കെ, അങ്ങനെ ആറ്റത്തിനുള്ളിൽ രണ്ടാമത്തെ കണം കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അത് 1911 അപ്പൊ ഇദ്ദേഹം കണ്ടെത്താൻ ഉപയോഗിച്ച കണം, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ കണം എന്ന് പറയുന്നത് പ്രോട്ടോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രോട്ടോൺ. പക്ഷെ അദ്ദേഹം പ്രോട്ടോൺ കണ്ടത് 1911 പ്രോട്ടോൺ കണ്ടത് 1920. അദ്ദേഹം 1911 കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്നാണ് കണ്ടെത്തിയത്. ആ കേന്ദ്രത്തിന് അദ്ദേഹം വെച്ച പേരാണിത് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പൊ ന്യൂക്ലിയസ് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഏണസ്റ്റ് റുദർഫോർഡ് തന്നെയാണ്. അപ്പം 1911 ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് കണ്ടെത്തുന്നു. ആ കേന്ദ്രത്തിനെ അദ്ദേഹം വിളിച്ച പേര് ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതിനുശേഷം 1920 ഈ ന്യൂക്ലിയസ് കണ്ടെത്തിയതിനു ശേഷം വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം 1920 ന്യൂക്ലിയസിന് ചാർജ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിന് കാരണമായ പ്രോട്ടോണുകളെ എന്ത് ചെയ്തു, അദ്ദേഹം കണ്ടെത്തി. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചൊരു പരീക്ഷണം എന്ന് പറയുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ആൽഫ റേ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള കിരണങ്ങളാണ് ആൽഫ റേ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള കിരണങ്ങളാണ് ആൽഫ റേ. ഈ ആൽഫയുടെ സിമ്പിൾ ആണ് ഇങ്ങനെ കേട്ടോ, ഒരു ഇൻഡ് പോലെ വരുന്നതാണ് ആൽഫ റേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽഫ റേ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേ ഒരു ഗോൾഡ് ഫോയിലേക്ക്, അതായത് നേരത്തെ ഒരു ഗോൾഡ് തകിടിലേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹം കടത്തിവിടുന്നു. എന്നിട്ട് അതിന് ചുറ്റും ഒരു എക്സ്റേ ഫിലിം വയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഗോൾഡ് ഫോയിലിൽ തട്ടി ഈ ആൽഫ റേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. പ്രധാനമായും അദ്ദേഹത്തിന് 3 നിരീക്ഷണങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ആൽഫ റേ എന്ന് പറയുന്നത്, ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേ ഗോൾഡ് ഫോയിൽ കൂടി കടന്നു പോകുന്നു. മെജോറിറ്റി ആൽഫ റേസ്, അതായത് കൂടുതൽ ആൽഫ റേകളും ഗോൾഡ് ഫോയിൽ കൂടി കടന്നു പോകുന്നു. ഒരു മാറ്റവും സംഭവിക്കാതെ, ഒരു റിഫ്ലക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാറ്ററിങ്ങോ ഒന്നും സംഭവിക്കാതെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു. അപ്പൊ അത് ഈ എക്സ്റേ ഫിലിം നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അദ്ദേഹം നിരീക്ഷിച്ചു വളരെ ചുരുക്കം ആൽഫ റേസിന് മാത്രം എന്ത് ചെയ്യുന്നു, സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. അതായത് തട്ടി പല ഡയറക്ഷനിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പല ഡയറക്ഷനിലേക്ക് ചിതറിപ്പോകുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ നിരീക്ഷണം. മൂന്നാമത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു, വളരെ ചുരുക്കം, അതായത് നമ്മളൊരു 20,000 ആൽഫ റേ അയക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യുന്നു, തട്ടി തിരിച്ചു വരുന്നു. അതായത് പോയ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഇതായിരുന്നു
ഏണസ്റ്റ് റുദർഫോർഡിന്റെ 3 നിരീക്ഷണങ്ങൾ. ഇതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ഗോൾഡിന്റെ ആറ്റങ്ങളിൽ ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിൽ തട്ടി അല്ലെങ്കിൽ ആ പോസിറ്റീവ് ചാർജിന്റെ വികർഷണം മൂലമാണ് പോസിറ്റീവ് ചാർജുള്ള ആൽഫ റൈസ് എന്ത് ചെയ്തത്, തിരിച്ചു വന്നത്. കാരണം ഒരുപോലുള്ള ചാർജുകൾ വികർഷിക്കുകയും വിപരീത ചാർജുകൾ ആകർഷിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് പോസിറ്റീവ് ചാർജുകൾ കേന്ദ്രം ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് അയച്ച ആൽഫ റൈസ് ആറ്റത്തിനുള്ളിൽ പോയിട്ട് തിരിച്ചു വന്നത് എന്ന് ആര് പറയുന്നു, ഏണസ്റ്റ് റുദർഫോർഡ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ 1911 അദ്ദേഹം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. അതിനുശേഷം അദ്ദേഹം വീണ്ടും പരീക്ഷ തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഭാരത്തിന് തുല്യമായതും നേരത്തെ ജെ തോംസൺ കണ്ടെത്തിയ ഇലക്ട്രോണിന്റെ ചാർജിന് വിപരീതമായിട്ടുള്ളത്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയിരുന്നു, അതിന് വിപരീതമായിട്ടുള്ള പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ കണ്ടെത്തി. ആ കണങ്ങളെ അദ്ദേഹം വിളിച്ച പേരാണ് പ്രോട്ടോൺ. അപ്പൊ പ്രോട്ടോണിന്റെ പ്രത്യേകത 2 ഒന്ന്, അത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. 2, ഇലക്ട്രോണിന്റെ ചാർജിന്റെ വിപരീതമാണ്. ഇത്രയും കണ്ടെത്തിയത് ആരാണ്, ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ഇതിനുശേഷം ഇദ്ദേഹത്തിന് തന്നെ ശിഷ്യനായിട്ടുള്ള ചാഡ്വിക്ക് 1932 എന്ത് ചെയ്തു, ആറ്റത്തിനുള്ളില് ചാർജ് ഇല്ലാത്ത കണങ്ങളെയും കണ്ടെത്തി. ഈ ചാർജ് ഇല്ലാത്ത കണങ്ങളും എവിടെ തന്നെയാണ് കാണുന്നത്, ന്യൂക്ലിയസിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 1920 തന്നെ ഏണസ്റ്റ് റുദർഫോർഡ് ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഈ പ്രവചനം 1932 ചാഡ്വിക്ക് എന്ത് ചെയ്തു, കണ്ടെത്തുകയാണ് ചെയ്തത്. ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണങ്ങൾ ഉണ്ടെന്നും ഈ ചാർജ് ഇല്ലാത്ത കണങ്ങൾക്ക് ഭാരം കൂടുതലാണെന്നും ആര് കണ്ടെത്തിയിട്ടുണ്ട്, ചാഡ്വിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചാർജ് ഇല്ലാത്ത കണങ്ങൾക്ക് അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂട്രോൺ എന്ന് വിളിച്ചു. ന്യൂട്രോൺ. അപ്പൊ ആറ്റത്തിനുള്ളിൽ പ്രധാനമായും 3 കണികകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1, ഇലക്ട്രോണിനെ കണ്ടെത്തി ജെ തോംസൺ. 2, പ്രോട്ടോണിനെ കണ്ടെത്തി ഏണസ്റ്റ് റുദർഫോർഡ്. 3, ന്യൂട്രോണിനെ കണ്ടെത്തി ചാഡ്വിക്ക്. ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ചാഡ്വിക്കും ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂട്രോണിനെ കണ്ടെത്തിയത്. അപ്പോ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു മധ്യഭാഗമുണ്ട്. ഈ മധ്യഭാഗത്തിനുള്ളിലാണ് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കണങ്ങൾ പ്രോട്ടോണുകളും കാണപ്പെടുന്നത്, ചാർജ് ഇല്ലാത്ത കണങ്ങളായിട്ടുള്ള ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു വൃത്താകൃതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചില കണികകളാണ് ആരെന്ന് പറയുന്നത്, ഇലക്ട്രോണുകൾ എന്നും പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന ചെറു കണികകളാണ് ഇലക്ട്രോണുകൾ. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജുമാണ്. അപ്പൊ ഇത്രയുമാണ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കണികകളെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ ആറ്റത്തിന്റെ സ്ട്രക്ചറുകളെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോ ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ ആറ്റത്തിന്റെ സ്ട്രക്ചർ ആദ്യമായിട്ട് പറഞ്ഞത് ജെ തോംസൺ ആയിരുന്നു. ജെ തോംസൺ. ജെ തോംസന്റെ ആറ്റം ഘടന അല്ലെങ്കിൽ ആറ്റം സ്ട്രക്ചർ അറിയപ്പെടുന്നത് തണ്ണിമത്തൻ മാതൃക അല്ലെങ്കിൽ വാട്ടർമെലൻ മോഡൽ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. തണ്ണിമത്തൻ മാതൃക അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ. തണ്ണിമത്തൻ വാട്ടർമെലൻ. അപ്പൊ വാട്ടർമെലൻ മോഡൽ എന്നോ പ്ലം പുഡിംഗ് മോഡൽ എന്നോ എന്നാണ് ജെ തോംസന്റെ ആറ്റം ഘടന അറിയപ്പെടുന്നത്. അത് ഏകദേശം കഴിഞ്ഞിരിക്കും. ആറ്റം എന്ന് പറയുന്നത് ഒരു സ്പിയർ ആണ്, ഒരു ഗോളാകൃതിയിലുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിനുള്ളിലായിട്ട് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പല സ്ഥലത്തായിട്ട് ചിതറിക്കിടക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്, ജെ തോംസൺ എന്ന് പറഞ്ഞത്. ആറ്റത്തിന്റെ സ്പിയർ അല്ലെങ്കിൽ ആറ്റത്തിന്റെ പുറംപാളി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കും എന്നും ആര് പറയുന്നുണ്ട്, ജെ തോംസൺ പറയുന്നുണ്ട്. അപ്പൊ എത്ര നെഗറ്റീവ് ചാർജ് ആണോ ആറ്റത്തിനുള്ളിലുള്ളത് അത്രയും പോസിറ്റീവ് ചാർജ് ആയിരിക്കും ആറ്റത്തിന് പുറത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ആറ്റം വൈദ്യുതപരമായിട്ട് എന്താണ്, ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ ഉദാസീന അവസ്ഥയിലാണ് എന്ന് ജെ തോംസൺ പറയുന്നുണ്ട്. അപ്പോ ഒന്നുകൂടി പറയുന്നു, ആറ്റത്തിന്റെ ഘടന ആദ്യമായിട്ട് പറഞ്ഞത് ജെ തോംസൺ ആണ്. ഇതിനെ വാട്ടർമെലൻ മോഡൽ. ഓക്കെ, ഇതൊരു തണ്ണിമത്തൻ പോലെയാണ്. ആറ്റം എന്ന് പറയുന്ന ഒരു ഗോളാകൃതിയിൽ കാണുന്നു. അതിൽ ഈ ആറ്റത്തിന്റെ തണ്ണിമത്തന്റെ സീഡ്സ് പല സ്ഥലത്തായിട്ട് കിടക്കുന്നത് പോലെ ആറ്റത്തിനുള്ളിൽ പല സ്ഥലത്തായിട്ട് ഇലക്ട്രോണുകൾ ചിതറി കാണുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ചിതറി കാണുന്നു. മറ്റേ മൊത്തത്തിൽ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജുള്ള സ്പിയറുമാണ്.
ആറ്റത്തിന്റെ ചാർജ്, ആറ്റത്തിന്റെ മൊത്തത്തിലുള്ള ചാർജ് എന്ന് പറയുകയാണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. കാരണം അതിനകത്തുള്ള നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും പുറത്തുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും തുല്യമായിരിക്കും എന്ന് ജെ തോംസൺ പറയുന്നത്. ആറ്റത്തിന്റെ രണ്ടാമത്തെ ഘടന പറഞ്ഞത് റുദർഫോർഡ് ആണ്. റുദർഫോർഡിന്റെ ആറ്റം ഘടന അറിയപ്പെടുന്നത് സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്ലാനറ്ററി മോഡൽ എന്ന് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ആറ്റം ഘടനയെ കുറിച്ച് പഠിക്കാം. രണ്ടാമത്തെ ആറ്റം ഘടന എന്ന് പറയുന്നത് സൗരയൂഥ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് ആരാണ്? റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് സൗരയൂഥ മാതൃക കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേര് റുദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ്. അതായത് ഒരു സൗരയൂഥം എങ്ങനെയാണോ കാണപ്പെടുന്നത് അതുപോലെയാണ് ആറ്റത്തിനുള്ളിൽ കണികകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് റുദർഫോർഡ് പറയുന്നത്. അതായത് സൗരയൂഥത്തിൽ മധ്യഭാഗത്തായിട്ട് സൂര്യനാണ് കാണപ്പെടുന്നതെങ്കിൽ സൗരയൂഥ മാതൃകയിൽ അല്ലെങ്കിൽ ആറ്റത്തിന്റെ മാതൃകയിൽ മധ്യഭാഗത്തായി കാണപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ആണ് ചെയ്യുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് കാണപ്പെടുന്നുണ്ട്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്ത് കാണപ്പെടുന്നു? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. ഈ ഇലക്ട്രോണുകൾ ഒരു വൃത്താകൃതിയിൽ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുകയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൃത്താകൃതിയിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ പറയുന്നത്. ഒരു വൃത്താകൃതിയിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആര്? ന്യൂക്ലിയസ്. അപ്പോ ഇനി മറ്റൊരു കാര്യം പറയുന്നു, ആറ്റത്തിന്റെ ഭാരം കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? അതിന്റെ ന്യൂക്ലിയസിലാണ്. കാരണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആറ്റത്തിന്റെ ഭാരം കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെ തന്നെയാണ്? ന്യൂക്ലിയസിൽ തന്നെയാണ്. ഇലക്ട്രോണുകളുടെ ഭാരം വളരെ നെഗ്ലിജിബിൾ ആണ്, നമുക്ക് കണക്കാക്കാൻ പോലുമില്ല. അത്രയും ഭാരം കുറഞ്ഞ കണികയാണ് ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത്. പക്ഷെ പ്രോട്ടോണും ന്യൂട്രോണും അങ്ങനെയല്ല. പ്രോട്ടോണിനും ന്യൂട്രോണിനും വ്യക്തമായിട്ടുള്ള ഭാരമുണ്ട്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു, പ്രോട്ടോൺ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഭാരത്തിന് തുല്യമാണ്. അപ്പോ അത്രയും ഭാരമുള്ള ഒരു ആറ്റത്തിന്റെ ഭാരത്തിന്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രോട്ടോണിലും ന്യൂട്രോണിലുമാണ്. അപ്പോ ആറ്റത്തിന്റെ ഭാരം കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോണുകൾക്ക് ഭാരം വളരെ കുറവാണ്. ഇനി ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ ഘടന പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട്, വലിയൊരു ഗ്രൗണ്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഫുട്ബോൾ വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഒരു ആറ്റത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയസ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രയും ചെറുതാണ് ന്യൂക്ലിയസ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തേക്ക് ഫുട്ബോളും തമ്മിലുള്ള എന്താണോ ആ ഒരു ബന്ധം, അതുപോലെയാണ് ഒരു ആറ്റവും ആറ്റത്തിന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള ബന്ധം എന്നാണ് റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക പറയുന്നത്. അപ്പോ സൗരയൂഥ മാതൃകയിൽ പറയുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മധ്യഭാഗത്തിന് ചുറ്റും ചാർജുള്ള എന്ത് പാർട്ടിക്കിളായാലും, അത് ഇലക്ട്രോൺ തന്നെ ആവണമെന്നില്ല, എന്തായാലും ഇങ്ങനെ ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിൽ നിന്നും എനർജി നഷ്ടപ്പെടുന്നു. അതായത് റേഡിയേഷൻ സംഭവിക്കുന്നു. എനർജി നഷ്ടപ്പെട്ട്, ഊർജം നഷ്ടപ്പെട്ട് അത് കറങ്ങുന്നതിന്റെ പാത്ത് ചുരുങ്ങി. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങി എനർജി നഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നു? അവസാനം അത് എവിടെ വീഴും? ന്യൂക്ലിയസിൽ വീഴുന്നു. അല്ലെങ്കിൽ എന്താണോ മധ്യഭാഗം ആ മധ്യഭാഗത്ത് വീഴുന്നു എന്ന് ഒരു സിദ്ധാന്തം മാക്സ് പ്ലാങ്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സ് പ്ലാങ്ക് അല്ല, മാക്സ്വെൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, വൈദ്യുത കാന്തിക സിദ്ധാന്തം എന്ന് പറയും. അപ്പൊ ഈ വൈദ്യുത കാന്തിക സിദ്ധാന്തം അനുസരിച്ച് ഒരു മധ്യഭാഗത്തിന് ചുറ്റും ഒരു ചാർജുള്ള വസ്തു കറങ്ങുകയാണെങ്കിൽ, ഇലക്ട്രോണുകൾ ചാർജുള്ളവയാണ്. അപ്പൊ ഇത് കറങ്ങുകയാണ് എങ്കിൽ ഇതിൽ നിന്നും ഊർജം നഷ്ടപ്പെടുമെന്നും ഇത് അതിന്റെ മധ്യഭാഗത്തായിട്ട് വീണ് ഈ സാധനം നശിച്ചു, എന്താണോ അത് നശിച്ചു പോകും എന്നും മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പറയുന്നുണ്ട്. പക്ഷെ ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ആറ്റം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല. ആറ്റം കുറച്ച് സ്ഥിരതയുള്ള ഒരു വസ്തുവാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. അപ്പോ സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് ഒരു പരാജയമായി തുടങ്ങി. ഓക്കെ, അതിന് കാരണം എന്താണ്? മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അല്ലെങ്കിൽ വൈദ്യുത കാന്തിക സിദ്ധാന്തം. അപ്പൊ ഈ വൈദ്യുത കാന്തിക സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം സെന്ററിൽ പോസിറ്റീവ് ചാർജ് ആണ്, ഇതിന് ചുറ്റും ചാർജുള്ള ഇലക്ട്രോണുകളാണ് കറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഇത് അവസാനം എവിടെ വീഴും? ന്യൂക്ലിയസിൽ വീഴും. അപ്പോ റുദർഫോർഡിന്റെ ആറ്റം മാതൃക ഒരു പരാജയമായി. അതിനുശേഷം പുതിയൊരാൾ വരികയാണ്. ആ ആളുടെ പേര് എന്ന് പറയുന്ന ആരാണ്?
നിങ്ങളിപ്പോ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലുള്ള ഒരു പേരാണ് അദ്ദേഹത്തിന്റെ പേര് ബോർ. നിങ്ങൾ ഇരിക്കുന്ന പോലെ ബോർ അടിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുപോലെ വളരെ ബോറായിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ വന്നിരിക്കുകയാണ്. അതിന്റെ പേര് ബോർ. നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വന്നു. എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞാണ് ആര് വരുന്നത്? നീൽസ് ബോർ വരുന്നത്. അപ്പൊ നീൽസ് ബോർ വരുന്നതിന് മുമ്പ് നമ്മൾ ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലെ? കണാദറിൽ തുടങ്ങി, ജോൺ ഡാൾട്ടൺ തുടങ്ങി, അതിനുശേഷം എന്ത് ചെയ്തു? ഹംഫ്രി ഡേവി, മൈക്കൽ ഫാരഡെ, അതിനുശേഷം നമ്മൾ വാക്വം ട്യൂബുകൾ ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ വില്യം റോഞ്ചനെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ജെ തോംസൺ, റുദർഫോർഡ്, അത് കഴിഞ്ഞ് നമ്മൾ ആരെ പറഞ്ഞു? ചാഡ്വിക്കെ പറഞ്ഞു, മാക്സ്വെല്ലിനെ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ വന്നു പോയി. അവസാനം എന്ത് ചെയ്തു? ആറ്റത്തിന് വ്യക്തമായ ഒരു മാതൃക തരാൻ ആര് വന്നു? അവസാനം നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വന്നിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് നീൽസ് ബോർ പറഞ്ഞത് നോക്കാം. അപ്പൊ നേരത്തെ റുദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. റുദർഫോർഡ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആര് തിരുത്തിയിട്ടുള്ളൂ? ബോർ തിരുത്തിയിട്ടുള്ളൂ. അപ്പൊ തെറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ തെറ്റായ കാര്യങ്ങൾ നീൽസ് ബോർ തിരുത്തുകയാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ആറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റം മാതൃക എന്ന് പറയുന്നത് ബോർ ആറ്റം മാതൃകയാണ്, അല്ലെങ്കിൽ ബോർസ് മോഡൽ ഓഫ് ആറ്റം ആണ്. നീൽസ് ബോർ ആണ് കണ്ടെത്തുന്നത്. അതേപോലെ 5 പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ 5 പോയിന്റുകൾ എന്ന് നോക്കാം. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ആ ഓർബിറ്റുകൾ അറിയപ്പെടുന്ന പേര് ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. ആ നിശ്ചിത പാതയെ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ പറയുന്നു, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് നിശ്ചിത ഓർബിറ്റലുകളിൽ കൂടെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ റുദർഫോർഡ് പറഞ്ഞ എന്താണ്? ആറ്റത്തിന് ചുറ്റും, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട് വൃത്താകൃതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നീൽസ് ബോർ എന്ത് ചെയ്തു? എക്സ്ട്രാ ഒരു സാധനം പറയുകയാണ്. വെറുതെ അങ്ങ് കറങ്ങുമല്ല ചെയ്യുന്നത്, അത് കറങ്ങുന്നതിന് വ്യക്തമായ ഒരു പാതയുണ്ട്. ആ പാതയെ നമ്മൾ ഓർബിറ്റലുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കണം. ആ ഓർബിറ്റലുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിൽ കൂടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇലക്ട്രോണുകൾ കറങ്ങത്തുള്ളൂ. രണ്ടാമത് പറയുന്നത് ഊർജ്ജ നിലകൾ എന്താണെന്നാണ്. ഈ ഷെല്ലുകളെ അല്ലെങ്കിൽ ഓർബിറ്റലുകളെ തന്നെയാണ് ഊർജ്ജ നിലകൾ എന്ന് പറയുന്നത്. കാരണം ഈ ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റലുകളിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് നിശ്ചിതമായ ഒരു ഊർജ്ജം ഉണ്ടായിരിക്കും. അത് ആ ഷെല്ലുകളിൽ ഇരിക്കുന്നിടത്തോളം കാലം കുറയുകയോ കൂടുകയോ ചെയ്യില്ല. അപ്പോ നിശ്ചിത ഊർജ്ജമുള്ള ഇലക്ട്രോണുകളാണ് ഓരോ ഷെല്ലുകളിലും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഷെല്ലുകളെ നമുക്ക് എന്തെന്നും വിളിക്കാം? ഊർജ്ജ നിലകൾ എന്നും വിളിക്കാം. അദ്ദേഹം മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഊർജ്ജം കൂടുകയുമില്ല കുറയുകയുമില്ല. കാരണം ആ നിശ്ചിത ഓർബിറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം നഷ്ടപ്പെടില്ല, അതുപോലെ തന്നെ ഊർജ്ജം കൂടുകയുമില്ല. റുദർഫോർഡ് പറഞ്ഞ എന്തായിരുന്നു? ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുമ്മാ കറങ്ങുവാണ്. അങ്ങനെ ചുമ്മാ കറങ്ങി എന്ത് ചെയ്യും? ഊർജ്ജം നഷ്ടപ്പെടും. അപ്പൊ നീൽസ് ബോർ പറയുന്നത് ചുമ്മാ അങ്ങ് കറങ്ങുമല്ല, അത് ന്യൂക്ലിയസിന് ചുറ്റും വ്യക്തമായ ഒരു പാതയുണ്ട്. ആ പാതയിൽ കൂടെയാണ് കറങ്ങുന്നത്. അങ്ങനെ ആ പാതയിൽ കൂടി കറങ്ങുകയാണെങ്കിൽ ഊർജ്ജം നഷ്ടപ്പെടുത്തില്ല, അതുപോലെ തന്നെ പുതുതായിട്ട് ഊർജ്ജം കിട്ടത്തുമില്ല. ഉള്ള ഊർജ്ജം വെച്ചോണ്ട് എന്ത് ചെയ്യാം? ഉള്ള കാലം മൊത്തം അതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കാം എന്നാര് പറയുന്നു? ബോർ പറയുന്നു. അദ്ദേഹം പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഊർജ്ജം കൂടി വരും. അതായത് ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി കൂടി വരും എന്നാര് പറയുന്നുണ്ട്? നീൽസ് ബോർ പറയുന്നുണ്ട്. പക്ഷെ ഓരോ ഷെല്ലിലും ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഊർജ്ജം നഷ്ടപ്പെടുകയുമില്ല, കൂടുകയുമില്ല. അദ്ദേഹം അവസാനം പറയുന്നത് ഈ ഷെല്ലുകളെ അല്ലെങ്കിൽ ഈ ഓർബിറ്റലുകളെ എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് എഴുതാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകിൽ 1, 2, 3, 4 എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? KLMN എന്ന രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യാം. ഇങ്ങനെ 5 പോയിന്റുകളായിരുന്നു ബോർ ആറ്റം മോഡലിൽ പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ബോർ ആറ്റം മോഡലില് ഷെല്ലുകളെ വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ അത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ആറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ട് ആര് വരയ്ക്കണം? ന്യൂക്ലിയസിനെ വരയ്ക്കണം. ആ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും എഴുതുകയോ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? സൈഡിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഷെല്ലുകൾ വരയ്ക്കാം. ആദ്യത്തെ ഷെല്ല് ന്യൂക്ലിയസിന് വളരെ അടുത്ത് വരയ്ക്കുക. രണ്ടാമത്തെ ഷെല്ല് ന്യൂക്ലിയസിന് കുറച്ചും കൂടെ അകലത്ത് വരയ്ക്കുക. മൂന്നാമത്തെ ഷെല്ല് അതിലും അകലത്തിൽ വരയ്ക്കുക. നാലാമത്തെ ഷെല്ല് ഏറ്റവും അകലത്തിൽ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ന്യൂക്ലിയസിനുള്ളിൽ ഷെല്ലുകൾ കാണപ്പെടുന്നത്. ഈ ഷെല്ലുകൾക്ക് നമുക്ക് അതിന്റെ പേര് കൊടുക്കാൻ നോക്കാം. ഞാനിവിടെ പേര് കൊടുക്കാൻ പോവാണ്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെല്ലിനെ നമുക്ക് K ഷെൽ എന്നും, അതിന് തൊട്ട് വെളിയിലുള്ള ഷെല്ലിനെ L ഷെൽ എന്നും, അതിന് വെളിയിലുള്ളതിനെ M ഷെൽ എന്നും, ഏറ്റവും വെളിയിലുള്ളതിനെ നമുക്ക് N ഷെൽ എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലിനെ നമുക്ക് K ഷെൽ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? 1 എന്ന നമ്പർ കൊടുക്കുക. K ഷെൽ അല്ലെങ്കിൽ 1.
എൽ ഷെല്ലിൽ നമുക്ക് രണ്ടാമത്തെ ഷെല്ലിൽ എൽ അല്ലെങ്കിൽ 2, മൂന്നാമത്തെ എം അല്ലെങ്കിൽ 3, എൻ അല്ലെങ്കിൽ 4, ഏറ്റവും വെളിയിലുള്ളതാണ് എൻ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ഇനി കെ ഷെല്ലിൽ പരമാവധി കാണുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 എണ്ണമാണ്. അപ്പൊ കെ ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോണുകൾ ഉണ്ടാവും. എൽ ഷെല്ലില് പരമാവധി കാണുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് അത് നമുക്ക് 8 എണ്ണത്തിന് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പരമാവധി 8 എണ്ണത്തിന് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുപോലെ 8 എണ്ണം, ഒന്നിവിടെയോ, ഒന്നിവിടെ 3, ഒന്നിവിടെ 4, ഒന്നിവിടെ 5, ഒന്നിവിടെ 6, ഒന്നിവിടെ 7, ഒന്നിവിടെ 8. അങ്ങനെ 8 എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? എൽ ഷെല്ലില് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇനി എം ഷെല്ലിൽ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഷെല്ലിൽ നമുക്ക് 18 എണ്ണത്തിന് വരും. 18 എണ്ണത്തിൽ നമുക്ക് എം ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ എൻ ഷെല്ലില് 32 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇതൊരു ഇക്വേഷൻ ഉണ്ട്, 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ n ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 1, 2, 3, 4. നമുക്ക് എം ഷെല്ലിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഈ ഇക്വേഷൻ വെച്ചിട്ട്. 2 into എം ഷെല്ലിൽ എമ്മിന്റെ നമ്പർ 3 ആണ്. അപ്പൊ n 3 കൊടുക്കുക, 3ന്റെ സ്ക്വയർ. അപ്പൊ 3ന്റെ സ്ക്വയർ 9 ആണ്. 9 into 2 തരത്തിലുള്ള 18. 18. നമുക്ക് അവസരം 2 into 4 സ്ക്വയർ തരത്തിലുള്ള 16 into 2 32. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമുക്ക് ആറ്റത്തിനുള്ളിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇലക്ട്രോണുകളെ ക്രമീകരിക്കുന്നത്. ഇതാണ് ബോർ ആറ്റം മാതൃക എന്ന് പറയുന്നത്. അപ്പൊ ബോർ ആറ്റം മാതൃക പറയുന്നത് എങ്ങനെയാണ്? ആറ്റത്തിന്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ ഇലക്ട്രോണുകൾ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടെ കറങ്ങുന്നു. ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ന്യൂക്ലിയസ് എന്ന അകലം കൂടിയനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇതിനായിരിക്കും ഏറ്റവും കുറവ് ഊർജ്ജമുള്ളത് ആർക്ക്? കെ ഷെല്ലിന്. അത് കഴിഞ്ഞിട്ട് ഊർജ്ജമുള്ളത് എൻ ഷെല്ലിന്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത് എം ഷെല്ലിനുമായിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ഷെല്ല് എൻ ഷെല്ലായിരിക്കും, ഏറ്റവും കുറവ് ഊർജ്ജമുള്ള ഷെല്ല് കെ ഷെല്ലായിരിക്കും. അപ്പൊ ഇത് ഇത്രയുമാണ് ബോർ ആറ്റം മാതൃകയിൽ പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ് അറ്റോമിക് നമ്പർ എന്നും മാസ് നമ്പർ എന്നുമാണ്. അറ്റോമിക് നമ്പർ അറിയപ്പെടുന്നത് Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. മാസ് നമ്പർ A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും അറിയപ്പെടുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ എണ്ണം. അതല്ലെങ്കിൽ അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. എന്താണ് മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും കൂട്ടുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഓക്കെ, ഒന്നെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം പറയുക, അതല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പറയുക. പക്ഷെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയും ന്യൂട്രോണുകളുടെ എണ്ണത്തിനെയും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത്. അറ്റോമിക് നമ്പറെ നമ്മൾ Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും മാസ് നമ്പർ നമ്മൾ A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും എന്ത് ചെയ്യും? ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ഉദാഹരണമായിട്ട് ഓക്സിജൻ. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ സിമ്പൽ എഴുതുക. ഓക്സിജന്റെ സിമ്പൽ O ആണ്. അറ്റോമിക് നമ്പറിനെ താഴെയായിട്ട് എഴുതുക. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അതിന്റെ മാസ് നമ്പറിന്റെ മുകളിൽ കാണിക്കുക. ഓക്സിജന്റെ മാസ് നമ്പർ 16 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതുന്നത്. ഇനി നമുക്കൊരു കാര്യം കണ്ടുപിടിച്ച് നോക്കാം. ഇതിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അപ്പൊ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എഴുതിയിട്ടുണ്ട് 8. അപ്പൊ ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോ അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഇനി നമുക്ക് പ്രോട്ടോണിന്റെ എണ്ണം നോക്കാം. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറും തുല്യമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണവും 8, ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും 8. ഇനി നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോ മാസ് നമ്പർ അറിയാമെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോട്ടോൺ തന്നിട്ടുണ്ടെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിക്കാം. മാസ് നമ്പർ 16 ആണ്. 16 മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം 8. അപ്പൊ ന്യൂട്രോൺ എത്ര വരും? 8. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഒരു ആറ്റത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സിമ്പൽ എഴുതുക.
ആ സിമ്പലിന്റെ ഇടതുവശത്ത് താഴെയായി അറ്റോമിക് നമ്പറും ഇടതുവശത്ത് മുകളിലായി അതിന്റെ മാസ് നമ്പറും കാണിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് ആറ്റത്തിനെ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. നമുക്ക് എല്ലാ ആറ്റത്തിനെയും വരച്ചുകൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവത്തില്ല. നമുക്കൊരു മൂന്നാലെണ്ണം നോക്കാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, 1 മുതൽ 20 വരെയുള്ള എല്ലാ മൂലകങ്ങളെയും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. 1 മുതൽ 20 വരെയുള്ള എല്ലാ മൂലകങ്ങളെയും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. വളരെ എളുപ്പമാണ്. അപ്പൊ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിക്കണം. അതിനുശേഷമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് ഏകദേശം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് അത് വന്നതെന്നെല്ലാം പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ അത് വരയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കണം. 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് നോക്കാം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ് നോക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഓക്സിജന്റെ ഘടന വരയ്ക്കുക. ഓക്സിജന്റെ ഘടന വരയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ എഴുതുക, അതിന്റെ അറ്റോമിക് നമ്പർ എഴുതുക. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അതിന്റെ മാസ് നമ്പർ എഴുതുക. ഓക്സിജൻ അറ്റോമിക് നമ്പർ 16 ആണ്. ഇത്രയും നമ്മൾ എഴുതി വെക്കും. അതിനുശേഷം നമ്മൾ ഈ 8 ഇലക്ട്രോണുകളെ എങ്ങനെയാണ് വിന്യസിക്കുന്നത് എന്ന് എഴുതുക. ആ വിന്യസിക്കുന്നത് എഴുതുന്നതിന് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ 8 ഇലക്ട്രോണുകളെ നമുക്ക് ആദ്യം എവിടെ വിന്യസിക്കാം? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ആരാണ്? കെ ഷെല്ലാണ്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ളത് കെ ഷെല്ലാണ്. നമുക്ക് കെ ഷെല്ലിൽ കൊടുക്കാം. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ കൊടുക്കാൻ പറ്റും? കെ ഷെല്ലിന് പരമാവധി 2 ഇലക്ട്രോണുകളെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കെ ഷെല്ലിന് 2 ഇലക്ട്രോണുകളെ കൊടുക്കാം. കെ ഷെല്ലിന് 2 ഇലക്ട്രോണുകളെ കൊടുക്കും. ഇനി നമുക്ക് എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? അപ്പൊ ഓക്സിജനിൽ പരമാവധി 8 ഇലക്ട്രോൺ, ഓക്സിജനിൽ മൊത്തം 8 ഇലക്ട്രോൺ ഉള്ളത്. അതിൽ 2 എണ്ണത്തിനെ കൊടുത്തു കഴിഞ്ഞു. ഇനി 6 എണ്ണമാണ് ബാക്കിയുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? കെ ഷെല്ലാണ്. സോറി, കെ കഴിഞ്ഞ് എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൽ മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും? 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് ഇനി 8 എണ്ണം ഉണ്ടോ? ഇല്ല, 6 എണ്ണമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എൽ ഷെല്ലില് 6 എണ്ണത്തിനെ കൊടുക്കുക. അപ്പൊ 2, 6 ഇതാണ് ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിജന്റെ ഘടന വരയ്ക്കാം. നമ്മൾ ആദ്യം സെൻട്രലിൽ ന്യൂക്ലിയസ് വരയ്ക്കാം. ന്യൂക്ലിയസിൽ നമുക്ക് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ എഴുതി വയ്ക്കാം 8. ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു 8. ഇത് എങ്ങനെ എഴുതി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഷെല്ല് വരയ്ക്കുക, കെ ഷെല്ല് വരയ്ക്കുക. കെ ഷെല്ലിന് 2 ഇലക്ട്രോണുകൾ കൊടുക്കുക. അപ്പൊ ഇലക്ട്രോൺ നമ്മൾ കാണിക്കുന്നത് ഒന്നെങ്കിൽ ഡോട്ട് ഇട്ട് കാണിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ ഇട്ട് കാണിക്കാം. ഡോട്ട് ആണെങ്കിൽ കുറച്ച് വലിയ ഡോട്ട് ഇടുക. അപ്പൊ ഇത് കെ ഷെല്ലാണ്. അതിനുശേഷം നമ്മൾ അടുത്ത എൽ ഷെല്ല് വരയ്ക്കുന്നു. എല്ല് വരച്ചു. അപ്പൊ അതിൽ 6 ഇലക്ട്രോണുകൾ കൊടുക്കണം. ഒരെണ്ണം ഇവിടെ കൊടുത്തു 1, 2 ഇവിടെ കൊടുത്തു 2, 3, 4, 5, 6. ഇങ്ങനെ 6 ഇലക്ട്രോണുകളെ കാണിച്ചു. ഇപ്പൊ നമ്മൾ ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്, ഓക്സിജന്റെ ഘടനയും വരച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആദ്യം നമ്മൾ കെ ഷെല്ലിൽ മാക്സിമം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത ഷെല്ലിൽ കൊടുക്കുക. അത് നിറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തോട്ട് പോകാം. നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. ഉദാഹരണമായിട്ട് സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം 11 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ 11 ഇലക്ട്രോണുകളാണ് നമുക്ക് വിന്യസിക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ 2 ഇലക്ട്രോണുകളെ നമുക്ക് കെ ഷെല്ലിൽ കൊടുക്കാം. അടുത്ത 8 ഇലക്ട്രോണുകളെ നമുക്ക് എൽ ഷെല്ലിൽ കൊടുക്കാം. അപ്പൊ 2, 8, 10 ആയി. ഇനി നമുക്ക് 1 ഇലക്ട്രോൺ കൂടി ഉണ്ട്, അത് അടുത്തിലേക്ക് കൊടുക്കാം, എം ഷെല്ലിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ 2, 8, 1 എന്നാണ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിൽ തന്നെ വരയ്ക്കാൻ നോക്കുകയാണ്. ഓക്സിജൻ മനസ്സിലാക്കുന്നു. അതായത് 2 എണ്ണത്തിന് നമ്മൾ ചെയ്തിട്ട് അകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം എഴുതണം. പ്രോട്ടോൺ 11 ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്ര വരും? 23 മൈനസ് 11, 12 എന്ന് വരും. ഓക്കെ, ന്യൂട്രോൺ 12 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ 2 എണ്ണത്തിന് ആദ്യം കെ ഷെല്ലിൽ കൊടുത്തു. അടുത്ത 8 എണ്ണത്തിന് എം ഷെല്ലിൽ കൊടുക്കണം, സോറി എൽ ഷെല്ലിൽ കൊടുക്കണം. അടുത്ത ഒരെണ്ണം കൂടെ വരച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരെണ്ണത്തിനൂടെ കൊടുക്കും. അപ്പൊ നമ്മൾ സോഡിയത്തിന്റെ ഘടന വരച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റങ്ങളുടെ ഘടന വരയ്ക്കുന്നത്. ഇതിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കാം, 1 മുതൽ 20 വരെയുള്ള ഏത് ആറ്റത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ നമുക്ക് 1 മുതൽ 20 വരെയുള്ള ആറ്റങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളൂ. അതിനുശേഷമുള്ള ഒന്നും പഠിക്കാനില്ല. അതായത് നമ്മൾ അടുത്ത വർഷമാണ് പഠിക്കുന്നത്. ഇപ്പോ 1 മുതൽ 20 വരെയുള്ള എല്ലാ ആറ്റങ്ങളെയും നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അപ്പൊ ഇതില് നമ്മൾ ആറ്റത്തിന്റെ ഘടന എഴുതുന്നത്, ഘടന വരയ്ക്കുന്നതിന് മുമ്പ് ഇലക്ട്രോൺ വിന്യാസം ആദ്യം എഴുതി പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കണ്ടുപിടിച്ചതിന് ശേഷം ആറ്റത്തിന്റെ ഘടന വരയ്ക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. ഇനി നമുക്ക് ഇതിൽ വ്യത്യസ്തമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. 2 ആൾക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ വ്യത്യാസം വേറൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു നമ്മൾ ഈ പഠിച്ചു വെച്ച രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള രണ്ടുപേര്.
അതിൽ ഒന്ന് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിയത് നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? 2. അപ്പൊ കെ ഷെല്ലിൽ 2 കൊടുത്തു. അടുത്ത് നമ്മൾ 2 നടന്നുകൊണ്ട് അടുത്ത എൽ ഷെല്ലിലേക്ക് പോയി. എൽ ഷെല്ലിൽ 8 കൊടുക്കും. അടുത്തത് എം ഷെല്ലിലേക്ക് പോകും. അപ്പൊ നമ്മൾ 2 വിട്ടും 10 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എം ഷെല്ലിൽ വേണ്ടത് ഈ 9 ഇലക്ട്രോണെ കൊടുക്കാനുണ്ട്. എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കും അതിവിടെ 9 കൊടുക്കണം. പക്ഷെ അങ്ങനെ കൊടുക്കത്തില്ല. അങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എം ഷെല്ല് 8 കൊടുത്തിട്ട് പുതിയൊരു ഷെല്ല് ഓപ്പൺ ചെയ്യും. അവിടെ കൊടുക്കും ഒരെണ്ണത്തിന്. അപ്പൊ 2, 8, 8, 1 എന്നാണ്. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതകളാണ്. നമ്മൾ സാധാരണ 2, 8, 9 എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതരുത്. 2, 8, 8, 1 തന്നെ എഴുതണം. രണ്ടാമത്തത് കാൽസ്യമാണ്. കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20. അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. 2, 8, 10 എന്നായിരിക്കും എഴുതുന്നത് അല്ലെ. അതിന് 8 കൊടുത്തു കെ ഷെല്ല്. അടുത്ത് നമ്മൾ എം ഷെല്ല് 8 കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എം ഷെല്ല് നമുക്ക് 18 കൊടുക്കാം. നമുക്ക് 10 കൊടുക്കാനുള്ളൂ. 11 കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ 2, 8, 8, 2 എന്ന് തന്നെ എഴുതണം. അപ്പൊ കെ എൽ എം വരയ്ക്കുമ്പോഴും നമ്മൾ ഇതുപോലെ വരയ്ക്കുക. ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 2 പേരാണ് പൊട്ടാസ്യം കാൽസ്യം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇത് എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് നമ്മൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മൾ തൽക്കാലം റീസൺ ഇല്ലാതെ ചെയ്യുക. ഇത് ഇങ്ങനെയാണ് എന്നുള്ളതൊന്ന് പഠിക്കുക. പണ്ട് മുതൽ ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്, നാളെ ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിരിക്കുക. നമ്മൾ 10ൽ ഇതിന് എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമായി പഠിക്കും. അപ്പൊ അതിന്റെ ഘടന വരയ്ക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 1 മുതൽ 20 വരെയുള്ള എല്ലാ ആറ്റങ്ങളെയും ഘടന വരയ്ക്കാൻ പഠിക്കണം. നമുക്ക് എല്ലാം നമ്മൾ വരയ്ക്കുന്നില്ല. നമ്മൾ 2 എക്സാമ്പിളുകൾ കണ്ടു. അപ്പൊ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് വരച്ചു നോക്കുക. നമുക്കിനി ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. എന്താണ് ഐസോടോപ്പുകളെന്നും ഐസോബാറുകളെന്നും പരിചയപ്പെടാം. നമ്മളങ്ങനെ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അവസാന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഐസോടോപ്പുകൾ എന്നാണ് പഠിക്കാനുള്ളത്. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം നമുക്ക് എഴുതി നോക്കാം. ഹൈഡ്രജൻ H11, ഹൈഡ്രജൻ H12, ഹൈഡ്രജൻ H13. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഈ 3 എന്താ പറയുക ഫോർമുലകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും താഴെ അറ്റോമിക് നമ്പറുകൾ ഈ 3 എണ്ണത്തിൽ തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ തന്നെ അറ്റോമിക് നമ്പർ തുല്യമായിട്ട് വന്നിരിക്കുന്നു. പക്ഷെ മുകളിൽ എഴുതുന്ന മാസ് നമ്പറിൽ എന്താ വന്നിരിക്കുന്നത്? വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. ആദ്യത്തിൽ 1, രണ്ടാമത്തിൽ 2, മൂന്നാമത്തിൽ 3. അപ്പൊ ഇത് ഹൈഡ്രജന്റെ കേസിൽ മാത്രമല്ല, ഒരുപാട് മൂലകങ്ങൾക്ക് ഇതുപോലെ പ്രത്യേകത. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും വരുന്ന ഒരുപാട് മൂലകങ്ങളുണ്ട്. അങ്ങനെയുള്ള മൂലകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. എന്താണ്? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഉദാഹരണമായിട്ട് കാർബൺ 612, കാർബൺ 613, കാർബൺ 614. 3 ഐസോടോപ്പുകൾ. കാർബണിന്റെ 3 ഐസോടോപ്പുകൾ ഉണ്ട് ഇതുപോലെ. അപ്പോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാസ് നമ്പറും ഒരേ പോലുള്ള അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ മറ്റൊരു സാധനമുണ്ട് ഐസോബാറുകൾ. ഉദാഹരണമായിട്ട് ആർഗൺ 18, 40, കാൽസ്യം 20, 40. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ആർഗന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ 2 വ്യത്യസ്തമായിട്ടുള്ള അറ്റോമിക് നമ്പറാണ്. പക്ഷെ രണ്ടുപേരുടെയും മാസ് നമ്പർ എത്രയാണ്? തുല്യമാണ്. 2 പേർക്ക് 40 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ വ്യത്യസ്തവും മാസ് നമ്പർ തുല്യമായിട്ട് വരുന്നതിനെ നമ്മൾ ഐസോബാറുകൾ എന്ന് വിളിക്കുന്നു. അറ്റോമിക് നമ്പർ തുല്യവും മാസ് നമ്പർ വ്യത്യസ്തമായി വരുന്നതിനെ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നു. നമുക്ക് ഐസോടോപ്പുകളാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്? ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഐസോടോപ്പുകൾ എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഒരേ മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും. നമ്മുടെ ഒരുപാട് ഉപയോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐസോടോപ്പുകൾ ഉപയോഗിക്കുന്നു. നമുക്ക് ഒരുപാട് സഹായമായിട്ടുള്ള സാധനമാണ് എന്ന് പറയുന്നത് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു 3-4 ഐസോടോപ്പുകളെ പഠിക്കണം. ഒന്നാമത്തെ ഐസോടോപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് 31. അതായത് ഫോസ്ഫറസിന്റെ മാസ് നമ്പർ 31 എന്ന് കാണിക്കുന്ന ഐസോടോപ്പ്. ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ട്രൈസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്രൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളിൽ ജലവും ലവണവും ഒക്കെ കടന്നു പോകുന്നതിന്റെ പാത അല്ലെങ്കിൽ കടന്നു പോകുന്നതിന്റെ വേഗതയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ട്രൈസർ ആയിട്ട് ഫോസ്ഫറസ് 31 ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തത് അയഡിൻ 31, കൊബാൾട്ട് 60. ഇതൊക്കെ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റും ട്യൂമറിന്റെ ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അയഡിൻ 131, കൊബാൾട്ട് 60. ഓക്കെ, അയഡിൻ 131 ഐസോടോപ്പും
കൊബാൾട്ട് 60 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്. യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ആണവ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ആണവ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ്. കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് നമ്മൾ ഫോസിൽ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് എല്ലാ വസ്തുക്കളിലും, ജീവനുള്ള എല്ലാ വസ്തുക്കളിലും കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ഉണ്ടാവും. ഇതിന്റെ കാലപ്പഴക്കം നോക്കിയിട്ട് ഓരോ വസ്തുക്കളും എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ് നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്താൻ പറ്റും. മരങ്ങളായിരുന്നാലും ഫോസിലുകളായിരുന്നാലും എല്ലാം. നമ്മളിടയ്ക്ക് പത്രങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ 2000 വർഷം പഴക്കമുള്ള മാമാത്തിന്റെ അസ്ഥികൂടം കണ്ടെത്തി, ദിനോസറിന്റെ അസ്ഥികൂടം കണ്ടെത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് പത്രങ്ങളിലൊക്കെ കണ്ടെത്തില്ലേ? ദിനോസറിന്റെ ഇല്ല, ഓക്കെ, അങ്ങനെയുള്ള മൃഗങ്ങളിലേക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം പഠനത്തിന് സഹായിക്കുന്ന ആരാണ്? കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹൈഡ്രജൻ 3 ഐസോട്ടോപ്പുകളൊക്കെ ഉണ്ട്. ഹൈഡ്രജന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് ഹൈഡ്രജൻ H11 എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എഴുതുന്ന ഹൈഡ്രജൻ H11 ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ H11 ആണ്. ഇത് നമ്മൾ പ്രോട്ടിയം എന്നാണ് വിളിക്കുന്നത്. പ്രോട്ടിയം. ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോട്ടോപ്പ് ഹൈഡ്രജൻ H12 ആണ്. ഇതിനെ നമ്മൾ ഡ്യൂട്ടീരിയം എന്നാണ് വിളിക്കുന്നത്. ഡ്യൂട്ടീരിയം. ഈ ഡ്യൂട്ടീരിയം നമ്മള് റേഡിയോ ആക്റ്റീവ് നിലയങ്ങളിൽ എന്താ പറയുന്നത് കൂളിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. നമ്മളുടെ റേഡിയോ ആക്റ്റീവ് നിലയങ്ങളിൽ ഇന്ധനം പഠിച്ചു യുറേനിയം 235. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് നിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ വൈദ്യുത നിലയങ്ങൾ. അപ്പൊ അവിടുത്തെ താപോർജ്ജം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ താപോർജ്ജത്തെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടി ന്യൂക്ലിയർ റിയാക്ടറുകളില് കൂളിംഗ് ഏജന്റ് ആയിട്ട് ഈ പറയുന്ന ഹൈഡ്രജൻ H12 ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം ഉപയോഗിക്കാറുണ്ട്. ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പാണ്, ഏറ്റവും റെയർ ആയിട്ട് കാണപ്പെടുന്ന ഐസോട്ടോപ്പാണ് ഹൈഡ്രജൻ H13 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ട്രിഷ്യം എന്നാണ് വിളിക്കുന്നത്. ട്രിഷ്യം. അപ്പൊ ട്രിഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഉപയോഗമുണ്ട്. ട്രിഷ്യത്തിന് ഒരു ഉപയോഗമുണ്ട്. ട്രിഷ്യവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആണവ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ട്രിഷ്യവും. അപ്പൊ ആണവ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രിഷ്യം. ആണവ നിലയങ്ങളിൽ കൂളിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നതാണ് ഡ്യൂട്ടീരിയം. പ്രോട്ടിയമാണ് ഏറ്റവും കൂടുതലുള്ളത്. 95% ഹൈഡ്രജനിൽ കാണപ്പെടുന്ന 95% പ്രോട്ടിയമാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഐസോടോപ്പുകളുടെ ഉപയോഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഐസോടോപ്പുകൾ എന്ന് മനസ്സിലാക്കാം. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പറുമായിരിക്കും. ഐസോബാറുകൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒരേ മാസ് നമ്പർ, വ്യത്യസ്ത അറ്റോമിക് നമ്പർ. അപ്പൊ ഇത്രയാണ് നമുക്ക് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുക, ഈ ചാപ്റ്റർ മൊത്തത്തില് വർക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഘടന വരയ്ക്കുന്നതാണ്. ഒരു 1 മുതൽ 20 വരെയുള്ള എല്ലാ ആറ്റങ്ങളുടെയും ഘടന നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ.